Take page number 239. Listen. Using soot dissolved in water, the Egyptians wrote in hieroglyphics since rolls were not convenient to handle. The writing was sometimes done on separate sheets. These sheets were then joined together with the codes to produce a book. അവരെന്ത് ചെയ്തു ആദ്യം സെപ്പറേറ്റ് ഷീറ്റ്സിലാണ് നോട്ട് എഴുതിയിരുന്നത് അല്ലെ. അവരുടെ ലിപി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈറോഗ്ലിഫിക്സ് ആണ്. ഈ ഹൈറോഗ്ലിഫിക്സ് സ്ക്രിപ്റ്റിൽ അവർ എഴുതിയ കാര്യങ്ങള് ഓരോ സെപ്പറേറ്റ് ഷീറ്റ്സിലായിരുന്നു അവർ എഴുതിയിരുന്നത് അല്ലെ. സെപ്പറേറ്റ് ഷീറ്റ്സിലായിരുന്നു എഴുതിയിരുന്നത്. അതിനുശേഷം ആഫ്റ്റർ ദേ മേഡ് ടുഗദർ ദീസ് ഷീറ്റ്സ് മേഡ് ടുഗദർ ആൻഡ് ഇൻ ദ ഫോം ഓഫ് ബുക്ക്. ബുക്കിന്റെ രൂപത്തിലാക്കാണ് ചെയ്തത്. അത്രയല്ലേ പറഞ്ഞത് അല്ലേ? യെസ്. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്ക്. അതിപ്പോ നമുക്കറിയാം പേപ്പർ ആയാലും ഓരോ ഷീറ്റ് ആണ്. ഓരോ ഷീറ്റ് ആയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ആ ഷീറ്റ് ഒക്കെ ഒന്നിച്ചിട്ടാണ് ബുക്ക് ആക്കുക. അതുപോലെ തന്നെയാണ് പണ്ടുള്ള ആൾക്കാരും ചെയ്തിരുന്നത്. അവർ ലീവ്സിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എഴുതിയിരുന്നത്, ഓലകളിലൊക്കെ എഴുതിയിരുന്ന കാര്യങ്ങള് അവരെന്ത് ചെയ്യും, എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ബുക്കിന്റെ രൂപത്തിലാക്കിയിരുന്നത്. ഓക്കെ. നെക്സ്റ്റ് പാരഗ്രാഫ്. The first printing of any kind was done by the Chinese and Japanese in the 15th century. The first printers used blocks of wood. Pictures were carved their surface. The blocks were then inked and pressed down on paper. Later, words were added to the pictures. The first printing of any kind was done by Chinese and Japanese in the 15th century. 15ാം നൂറ്റാണ്ടിലെ ജാപ്പനീസ് അല്ലെങ്കിൽ ചൈനീസുകാരാണ് ആദ്യമായി പ്രിന്റിംഗ് ചെയ്തത്. മനസ്സിലായോ? പ്രിന്റിംഗ്, ബുക്കിന്റെ ഒക്കെ പ്രിന്റിംഗ് ആദ്യമായി നടത്തിയത് ആരാ? ജാപ്പനീസ് ഓർ ചൈനീസ്. ചൈനയിലെ ആൾക്കാർ അല്ലെങ്കിൽ ജപ്പാനിലെ ആൾക്കാരാണ് ആദ്യമായി പ്രിന്റിംഗ് നടത്തിയത്. Then the first printers used blocks of wood. പ്രിന്റേഴ്സ് ആദ്യം പ്രിന്ററായി എന്താ യൂസ് ചെയ്തിരുന്നത്? വൂഡാണ്, മരം അല്ലെ. നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന പോലത്തെ സംഭവമാണ് ആദ്യം ഉണ്ടായിരുന്നത് അല്ല. വൂഡ് കൊണ്ടുള്ള വൂഡ് പ്രിന്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. The first printers used blocks of wood. Pictures were carved their surface. എന്ത് ചെയ്തു? എന്നിട്ട് എന്ത് ചെയ്തു? ഈ വൂഡ്, അതായത് ഈ ബ്ലോക്സ് ഓഫ് വൂഡില് അവരെന്ത് ചെയ്തു? പിക്ചർ ഒക്കെ കാർവ് ചെയ്തെടുത്തു, കൊത്തിയെടുത്തു. The blocks were then inked and pressed down on a paper. എന്നിട്ട് എന്ത് ചെയ്തു? അവർ ചെയ്ത കാര്യങ്ങള് പേപ്പറിലേക്ക് പ്രിന്റ് ചെയ്തു, പ്രസ് ചെയ്തു. മനസ്സിലായോ? ആദ്യം അവര് മരത്തിന്റെ എന്താ പറയാ, ബ്ലോക്സ് ഓഫ് വുഡില് പ്രിന്റ് ചെയ്തു. ആ ചെയ്ത കാര്യങ്ങള് മഷിയിൽ മുക്കി, ഇങ്കിൽ മുക്കിയിട്ട് എന്ത് ചെയ്യൂ? പേപ്പറിലേക്ക് പ്രിന്റ് ചെയ്തു. ഓക്കെ. ലേറ്റർ വേർഡ്സ് were added to the pictures. അതിനുശേഷം ഈ ചെയ്ത പിക്ചറിലേക്ക് വേർഡ്സ്, അക്ഷരങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ പ്രിന്റ് ചെയ്തു. മനസ്സിലായോ? മനസ്സിലായില്ലേ? ആദ്യം ഏതിലാണ്? blocks of wood ആണ്. The first printers used blocks of wood. These blocks of wood were inked and pressed on a paper. Later, words were added to the pictures. Okay. Next paragraph. It was almost 1,000 years later, Johannes Gutenberg, a German printer, used movable metal type. The first book to be printed by this method around 1455 was the Bible. It was almost 1,000 years later. അതിനുശേഷം 1000 വർഷങ്ങൾക്ക് ശേഷം ജോഹന്നസ് ഗുട്ടൻബർഗ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ പ്രിന്റർ. എന്താ ജർമ്മൻ പ്രിന്ററിന്റെ പേരെന്താ? ജോഹന്നസ് ഗുട്ടൻബർഗ്. Johannes Gutenberg was a German printer. Then it was almost 1,000 of years later, Johannes Gutenberg, a German printer, used movable metal type. എന്ത് ചെയ്തു? ഇതിന്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റുന്ന മെറ്റൽ ടൈപ്പിലുള്ള ഒരു പ്രിന്റർ കൊണ്ടുവന്നു. മനസ്സിലായോ? മെറ്റലിന്റെ ഒരു പ്രിന്റർ, മെറ്റൽ ടൈപ്പിലുള്ള മെറ്റലിന്റെ ഒരു പ്രിന്റർ ആര് ഫോം ചെയ്തു? ജോഹന്നസ് ഗുട്ടൻബർഗ്. ഈ ജോഹന്നസ് ഗുട്ടൻബർഗ് എന്ന് പറയുന്നത് ഒരു ജർമ്മൻ പ്രിന്റർ ആണ്. ഇങ്ങനെയുള്ള നമ്മുടെ എന്താ പറയാ, റിവൈസ് ആണോ ചോദിക്കുന്നത്? റിവൈസ് ഫസ്റ്റ് സെമസ്റ്റർ 2 അല്ല, സെമസ്റ്റർ 1 ആണ്. അപ്പോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക്, 1000 years later, Johannes Gutenberg was a German printer,
used movable metal type. The book first book to be printed by the method. അങ്ങനെ മെറ്റൽ ടൈപ്പിലുള്ള പ്രിന്റർ ഉപയോഗിച്ച് ഒരു പുസ്തകം പ്രിന്റ് ചെയ്തു. ആ പുസ്തകം നോക്ക് അറൌണ്ട് 1455, അതായത് 1455. ആ ബുക്കാണ് ഏത്? ബൈബിൾ. മനസ്സിലായോ? 1455 ബൈബിള് പ്രിന്റ് ചെയ്തത്. ഓക്കെ, 1455 ബൈബിള് പ്രിന്റ് ചെയ്തു. അത് ആരാ, എവിടെ, ഏത് ഉപയോഗിച്ചാണ്? മെറ്റൽ പ്രിന്റർ ഉപയോഗിച്ച്, മെറ്റൽ ടൈപ്പ് പ്രിന്റർ ഉപയോഗിച്ചിട്ടാണ്. ജോഹന്നസ് ഗുട്ടൻബർഗ് എന്ന് പറയുന്നത് ജർമ്മൻ പ്രിന്റർ ആയിരുന്നു. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ? യെസ്. ഗ്രാജുവലി ദ ക്വാളിറ്റി ഓഫ് പ്രിന്റിംഗ് ഇംപ്രൂവ്ഡ്. More copies could be printed in less time. The cost of books came down and they became available even to the common man. This led to the spread of education and as a result man's progress. അതായത് ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞു വലിയ വലിയ എമൗണ്ട് മുടക്കേണ്ടി വന്നു അല്ലെ. അപ്പൊ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ മാത്രമേ ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപൂർവം ചില ആൾക്കാരുടെ കയ്യിൽ മാത്രമേ ബുക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ 1455 ബൈബിളൊക്കെ പ്രിന്റ് ചെയ്തു നമ്മൾ പറഞ്ഞു അല്ലെ. അങ്ങനെ എന്ത് സംഭവിച്ചെന്നറിയോ? ക്വാളിറ്റി ഓഫ് പ്രിന്റിംഗ് ഇംപ്രൂവ്ഡ്. അത് നമ്മള് പ്രിന്റ് ചെയ്യുന്നതിന്റെ ക്വാളിറ്റി, ഗുണം മെച്ചപ്പെട്ടു. മോർ കോപ്പീസ് കുഡ് ബി പ്രിന്റഡ് ഇൻ എ ലെസ് ടൈം. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കോപ്പി പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ കാണില്ലേ ഫോട്ടോസ്റ്റാറ്റ്, ഒരു കോപ്പി കൊണ്ട് കൊടുത്താൽ അതിന്റെ ഒരുപാടെണ്ണം എടുക്കാൻ പറ്റില്ലേ? അതുപോലെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ഒരുപാട് കോപ്പി കുറച്ച് സമയം കൊണ്ട് എടുക്കാൻ സാധിച്ചു. Then the cost of books came down and they became available to even to be common man. അതായത് ബുക്കിന്റെ വില കുറഞ്ഞുകൊണ്ടേയിരുന്നു. ആദ്യമൊക്കെ ബുക്കിന് പ്രിന്ററും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ബുക്കിന് വളരെ വലിയ കോസ്റ്റ് ആയിരുന്നു. പക്ഷെ പ്രിന്റർ കണ്ടുപിടിച്ചതിന് ശേഷം മനുഷ്യന്റെ മൊത്തം ടോട്ടൽ അറ്റ്മോസ്ഫിയർ മാറി. അപ്പം ക്വാളിറ്റി ഓഫ് പ്രിന്റിംഗ് ഇംപ്രൂവ്ഡ്. മോർ കോപ്പീസ് കുഡ് ബി പ്രിന്റഡ് ഇൻ ലെസ് ടൈം. കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കോപ്പി പ്രിന്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കോപ്പി പ്രിന്റ് ചെയ്യാൻ സാധിച്ചതോടൊപ്പം എന്ത് ചെയ്തു? ബുക്കിന്റെ ഒക്കെ വിലകള് വലിയ വിലയൊന്നുമില്ല, കുറച്ച് വില മാത്രമായി. അങ്ങനെ കുറച്ച് വിലക്ക് കിട്ടാൻ തുടങ്ങിയപ്പോ സാധാരണക്കാരനും എന്ത് വാങ്ങിക്കാൻ സാധിച്ചു? ബുക്ക് വാങ്ങിക്കാൻ സാധിച്ചു. വലിയ വലിയ ക്യാഷ് കൊടുത്തിട്ട് എല്ലാവർക്കും ഒന്നും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പ്രിന്ററും കാര്യമൊക്കെ വന്നു, കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കോപ്പീസ് ഒക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ബുക്കിന്റെ ഒക്കെ വിലക്ക് വലിയ വിലയൊന്നുമല്ല, കുഞ്ഞു കുറച്ച് വിലയായി. ആ സമയത്ത് സാധാരണക്കാരനും ബുക്ക് വാങ്ങിക്കാൻ പറ്റി. Then a script for the blind. കണ്ണ് കാണാത്തവർക്ക് എഴുതാനും വായിക്കാനും അറിയോ മക്കളെ? പറ്റുമോ? കണ്ണ് കാണാത്ത ഒരാൾക്ക് എഴുതാനും വായിക്കാനും അറിയോ? ഇല്ലേ? പറ്റുമോ? അവർക്കും എഴുതാനും വായിക്കാനൊക്കെ അറിയാം. കണ്ണ് കാണാത്തവർക്ക് നിങ്ങൾ നോക്കിക്കേ, കണ്ണ് കാണാത്ത ഒരാളുടെ കയ്യിലെ 10 രൂപ കൊണ്ട് കൊടുത്ത് അവരത് ഐഡന്റിഫൈ ചെയ്യുമോ? നിങ്ങൾ നോക്കണേ അല്ലേ? നോക്കാം. അപ്പൊ കണ്ണ് കാണാത്തവര് എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ലിപി ഉണ്ട്. സ്ക്രിപ്റ്റിന് പറയുന്ന പേരാണ് ബ്രെയിലി. എന്താ പറയാ മക്കളെ? ബ്രെയിലി സ്ക്രിപ്റ്റ്. ബ്രെയിലി സ്ക്രിപ്റ്റ് ഉപയോഗിച്ചാണ് കണ്ണ് കാണാത്ത അല്ലെങ്കിൽ ബ്ലൈൻഡ് പീപ്പിൾ പഠിക്കുക. അത് പറയാം. A script for the blind. A special method of reading and writing called the Braille was developed for the blind by Louis Braille. The letters in the system are formed by dots deeply engraved on a paper. The blind can touch them and make out the words. With the training and practice, the blind can read books in Braille fairly fast. This has made it possible for them to compete with the normal people, even in higher education and professional courses. ഇപ്പൊ കണ്ണ് കാണാൻ പറ്റാത്തവർക്ക് എഴുതാനും വായിക്കാനും പഠിക്കാനൊക്കെ പറ്റും. ഇപ്പൊ കണ്ണ് കാണാത്ത ആൾക്കാര്, അന്ധന്മാര്, ബ്ലൈൻഡ് പീപ്പിൾ യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ആണ് ഏത്? ബ്രെയിലി സ്ക്രിപ്റ്റ്. എന്താ ബ്ലൈൻഡ് പീപ്പിൾ യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റിന്റെ പേര് ബ്രെയിലി സ്ക്രിപ്റ്റ്. അത് ആരാ കൊണ്ടുവന്നതോ? ഡെവലപ്പ് ചെയ്ത ആരാന്നറിയോ? ലൂയിസ് ബ്രെയിലി. ആരാണ്? ലൂയിസ് ബ്രെയിലി. ബ്രെയിലി സ്ക്രിപ്റ്റ് ഡെവലപ്ഡ് ബൈ ലൂയിസ് ബ്രെയിലി. ഇപ്പൊ ലൂയിസ് ബ്രെയിലി എന്ന് പറയുന്ന ഒരാളാണ് ബ്രെയിലി സ്ക്രിപ്റ്റ് കൊണ്ടുവന്നത്. ബ്രെയിലി സ്ക്രിപ്റ്റിന്റെ പ്രത്യേകത എന്താ? അത് അന്ധന്മാർക്ക് അല്ലെങ്കിൽ കണ്ണ് കാണാത്ത ആൾക്ക് എഴുതാനും വായിക്കാനുമുള്ള സ്ക്രിപ്റ്റ് ആണ്. അതെങ്ങനെയാണ് നോക്കുക. The letters in the system are formed by dots. ഡോട്ട് ഉപയോഗിച്ചിട്ടാണ് ലെറ്റർ. നമ്മൾ എഴുതുന്ന പോലെ ആയും ഈയൊന്നും അല്ല.
ഡോട്ട് ആണ് അല്ലെ, ഡോട്ട് ഉപയോഗിച്ചിട്ടാണ് അവർ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുക. ഡോട്ട് സ്ക്രിപ്റ്റ് ആണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതിന്റെ ഒരു പേപ്പറില് സോറി ഡീപ്ലി എൻഗ്രേവ്ഡ് ഓൺ എ പേപ്പർ, പേപ്പറിൽ അത് കുറച്ചും ഇങ്ങനെ കുഴി പോലെ ഉണ്ടാവില്ലേ, അപ്പൊ തൊട്ടാ മനസ്സിലാവുന്ന രീതിയിൽ. ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ടച്ച് മൊബൈലിൽ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ലെറ്റർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമുക്ക് അതെന്താ, ഇപ്പം കമ്പ്യൂട്ടറിന്റെ കീപാഡ് നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഓരോ എന്താ പറയാ ഓരോ ലെറ്റർ ഉണ്ട് നമുക്ക് ഇങ്ങനെ മനസ്സിലാവുന്നില്ലേ, കുറെ കീസ് ഉണ്ട് എന്ന്. അതുപോലെ ലെറ്ററും അതുപോലെ തന്നെ അവർ കാർവ് ചെയ്തെടുക്കും. അപ്പൊ അവർക്ക് തൊട്ട് നോക്കിയാൽ കണ്ണ് ഇല്ലല്ലോ, കണ്ണ് കാണില്ലല്ലോ, അപ്പൊ ഇങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അത് ഇന്ന ലെറ്റർ ആണ് എന്ന്. അപ്പൊ കണ്ണ് കാണാത്ത ആൾക്കാര് പഠിക്കാൻ യൂസ് ചെയ്ത സ്ക്രിപ്റ്റ് ആണ് ഇത്, ബ്രെയിലി സ്ക്രിപ്റ്റ്. മനസ്സിലായോ? മനസ്സിലായില്ലേ? അത് കണ്ടുപിടിച്ചത് ആരാണ്? ലൂയിസ് ബ്രെയിലി. അതുകൊണ്ട് ഇപ്പൊ അന്ധന്മാരൊക്കെ ഒരുപാട് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് +2 ഡിഗ്രി ഒക്കെ പഠിക്കുന്നുണ്ട് ബ്രെയിലി സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട്. പക്ഷെ നമ്മളെ പോലെ എഴുതാനും വായിക്കാനും അവർക്ക് നമ്മുടെ ലാംഗ്വേജ് പറ്റില്ല, ബ്രെയിലി ഉപയോഗിച്ച് അവർക്ക് പറ്റും. ഓക്കെ, എന്ത് ചെയ്യണമെന്നറിയോ? ഫ്രീ ആയിരിക്കുമ്പോൾ നിങ്ങൾ ബ്രെയിലി സ്ക്രിപ്റ്റ് എന്ന് ഗൂഗിളിൽ പോയി അടിച്ചു കൊടുത്തു നോക്കണേ. ഫ്രീ ആയി ഇപ്പൊ അല്ല, ക്ലാസ്സിലെ ടൈമിലൊന്നും അല്ല, ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ ഇരിക്കുന്ന സമയത്ത് അമ്മയോടും അച്ഛനോടൊക്കെ ഫോണിലൊന്ന് അച്ഛന്റെ അമ്മയുടെ അടുത്ത് ഇരുന്നിട്ട് ഒന്ന് പറയാ, ബ്രെയിലി സ്ക്രിപ്റ്റ് എന്ന് അടിച്ചത് കൊടുത്തു നോക്കി അമ്മേ നമുക്ക് എന്താ കാണുന്നത് നോക്കാലോ എന്ന് പറയാം. ഓക്കെ ജോസി, മനസ്സിലായോ? അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു. ഫസ്റ്റ് സെമസ്റ്ററിലെ എക്സാം കഴിഞ്ഞിട്ട് കാലങ്ങളായി അല്ലേ, ഇപ്പോഴാണ് സെമസ്റ്റർ ഫസ്റ്റിന്റെ ബുക്ക് കഴിയുന്നത്. ഓക്കെ, അപ്പൊ മക്കളെ ഇതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയാ പഠിച്ചേ? ബ്രെയിലി സ്ക്രിപ്റ്റ് എന്താന്ന് പഠിച്ചു, ജോഹന്നസ് ഗുട്ടൻബർഗ് ആരാന്ന് പഠിച്ചു. ജോഹന്നസ് ഗുട്ടൻബർഗ് വാസ് എ ജർമ്മൻ പ്രിന്റർ. Braille script is the script for blind people. It was developed by Louis Braille. Okay, hieroglyphics പഠിച്ചു. പിന്നെ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന സ്ക്രിപ്റ്റ് ആണ് ഹൈറോഗ്ലിഫിക്സ്. ഓക്കെ, മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? മനസ്സിലായി. എന്നാ പിന്നെ നമുക്ക് ആ നോട്ടം എഴുതിയാലോ? നോട്ട് എഴുതിക്കൂടെ? ഓക്കെ, നോട്ട് എടുത്ത് എല്ലാവരും നോട്ട് എടുത്തോ. All of you take your notebook. All of you take your notebook. First one നോക്ക. Give one word answers. The script developed in India after the Indus Valley civilization. The script developed in India after the Indus Valley civilization. Indus Valley civilization ശേഷം ഉണ്ടായിരുന്ന സ്ക്രിപ്റ്റിന്റെ പേര് എന്താണ്? എഴുതാ. Give one word answers. എഴുതിക്കോ. Give one word answers. First one, the script developed in India after the Indus Valley civilization. Indus Valley civilization ശേഷം ഇന്ത്യയിലെ രൂപം കൊണ്ട സ്ക്രിപ്റ്റിന്റെ പേര് എന്താണ്? എന്താണ്?
Brahmi. Write down Brahmi. BRAHMI. Brahmi script. Brahmi script. Second one, the number born in India. അതായത് ഇന്ത്യയിൽ രൂപം കൊണ്ട നമ്പർ ഏതാണ്? ഏതാ? 0. 0. ഇന്ത്യയിൽ രൂപം കൊണ്ട നമ്പർ ആണ് ഏത്? 0. The number born in India, that is 0. 0 ആണല്ലേ? Yes. Then third one, the Egyptians made crude paper from this plant. അതായത് ഈജിപ്ഷ്യൻസ് ക്രൂഡ് പേപ്പർ ഉണ്ടാക്കിയത് ഏത് പ്ലാന്റിൽ നിന്നാണ്? ഈജിപ്ഷ്യൻസ് ക്രൂഡ് പേപ്പർ ഉണ്ടാക്കിയത് ഏത് പ്ലാന്റിൽ നിന്നാണ്? എന്താ? പേപ്പിറസ്. എന്താ? പേപ്പിറസ്. PAPYRUS. പേപ്പിറസ്. PAPYRUS. Okay. Then fourth one, the first book printed by Gutenberg with movable metal type. With movable metal type. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റുന്ന മെറ്റൽ ടൈപ്പിലുള്ള പ്രിന്റർ കൊണ്ട് ഗുട്ടൻബർഗ് പ്രിന്റ് ചെയ്ത ബുക്ക് ഏതാണ്? ഏതാ? ഏതാ? നമ്മൾ പറഞ്ഞല്ലോ ഇപ്പം ജോഹന്നസ് ഗുട്ടൻബർഗ് ഒരു ജർമ്മൻ പ്രിന്റർ ആണ്. അദ്ദേഹമാണ് മൂവബിൾ മെറ്റൽ ടൈപ്പ് പ്രിന്റർ ഉണ്ടാക്കിയത്. അദ്ദേഹം അത് ഉപയോഗിച്ച് 1445 ഒരു ബുക്ക് പ്രിന്റ് ചെയ്തു. ആ പ്രിന്റ് ബുക്ക് ഏതാ? യെസ്, എഡ്വിൻ, കറക്റ്റ്. ബൈബിൾ. BIBLE. 1445 ഗുട്ടൻബർഗ് പ്രിന്റ് ചെയ്ത ടെക്സ്റ്റ് ആണ്, ബുക്കാണ് ഏത്? ബൈബിൾ. Last one, the name of the script invented for the blind. Blind people ഏത് ലിപി ഉപയോഗിച്ചാ പഠിക്കാം? ബ്രെയിലി സ്ക്രിപ്റ്റ്. എന്താണ്? ബ്രെയിലി. ബ്രെയിലി. BRAILLE. ബ്രെയിലി. ഓക്കെ. ബ്രെയിലി. കിട്ടിയില്ലേ? ഒന്ന് നോക്ക് മക്കളെ, ശ്രദ്ധിക്കണേ. ഷിസ, ഇവിടെ ശ്രദ്ധിച്ച മോളെ. ഷിസ ഫാത്തിമ. ഓക്കെ. അടുത്തത് നോക്ക്, നമ്മൾ കുറെ 6 സെന്റൻസ് അവിടെ ഉണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ഓർഡറിൽ റീഅറേഞ്ച് ചെയ്യണം. മനസ്സിലായോ? റീഅറേഞ്ച് ദ ഫോളോയിങ് ലിസ്റ്റ് ഇൻ ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇവന്റ്സ്. റൈറ്റ് ദ നമ്പേഴ്സ് ഇൻ ദ ബോക്സസ്. താഴെ ഒരു കുഞ്ഞു കുഞ്ഞു ബോക്സ് കൊടുത്തിട്ടുണ്ട്. 6 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, 6 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം നടന്നത് ഏതാ? അങ്ങനെ ഏത് കാര്യമാണ് ആദ്യം നടന്നത് എന്നുള്ള പോലെ അതിന് നമ്പർ കൊടുക്കാം. മിസ് വായിക്കാം, ഇവിടെ ശ്രദ്ധിക്കണേ. ഒന്നാമത്തത്, ഗുട്ടൻബർഗ് യൂസസ് മൂവബിൾ മെറ്റൽ ടൈപ്പ്. ഗുട്ടൻബർഗ് മൂവബിൾ മെറ്റൽ ടൈപ്പ് ഉപയോഗിച്ചു. രണ്ടാമത്തത്, മാൻ ബിഗിൻസ് ടു കമ്മ്യൂണിക്കേറ്റ് ത്രൂ റൈറ്റിംഗ്. മനുഷ്യൻ എഴുത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി, എഴുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. മൂന്നാമത്തത്, ഫസ്റ്റ് പ്രിന്റിംഗ് ഈസ് ഡൺ ബൈ ദ ചൈനീസ് ആൻഡ് ദ ജാപ്പനീസ്. ആദ്യമായി ജാപ്പനീസും ചൈനീസും ഫസ്റ്റ് പ്രിന്റിംഗ് ആദ്യമായി യൂസ് ചെയ്യാൻ തുടങ്ങി. നാലാമത്തത്, മാൻ ബിഗിൻസ് ടു കമ്മ്യൂണിക്കേറ്റ് ത്രൂ പിക്ചേഴ്സ്. പിക്ചറിലൂടെ മനുഷ്യൻ പിക്ചർ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അഞ്ചാമത്തത്, the Egyptians make crude paper from papyrus. Papyrus എന്ന പ്ലാന്റിൽ നിന്ന് ഈജിപ്ഷ്യൻസ് ക്രൂഡ് പേപ്പർ നിർമ്മിച്ചു. ആറാമത്തത്, the Babylonians and Assyrians make tablets of clay. ബാബിലോണിയൻസും അസീരിയൻസും കളിമണ്ണ് ഉപയോഗിച്ച് ടാബ്ലറ്റ് ഉണ്ടാക്കി. ഇതിൽ ഏത് കാര്യം ആദ്യം നടന്നത്? വിച്ച് വൺ? ആദ്യം നടന്ന കാര്യം ഏതാ? ആദ്യം ഏതാ നടന്നത്? ആദ്യം അവര് മെറ്റൽ ടൈപ്പ് ഉപയോഗിക്കുകയാണ് ചെയ്തത്, അല്ല റൈറ്റിംഗ് ആണോ ഉപയോഗിച്ചത്? അല്ല ജാപ്പനീസ് പ്രിന്റിംഗ് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്?
അല്ല പേപ്പർ ക്രൂഡ് പേപ്പറിൽ നിന്ന് ഉണ്ടാക്കണ ഇത് അല്ല ടാബ്ലറ്റ് ആണോ? അല്ല, ഇതൊന്നും അല്ല അല്ലേ. അവർ ആദ്യം ചെയ്തത് man begins to communicate through pictures അല്ലെ. ആദ്യം പിക്ചർ ഉപയോഗിച്ചാണ് അവർ കമ്മ്യൂണിക്കേറ്റ്. അപ്പൊ അതിന് 1 നമ്പർ കൊടുത്തോ. man begins to communicate through pictures. 4ാമത്തെ സെന്റൻസ് അതാണ് ആദ്യം നടന്ന കാര്യം. അപ്പൊ 1 എന്ന് നമ്പർ കൊടുക്കാം. 4th 1-ന് 1 എന്ന് നമ്പർ കൊടുക്കാം. ആദ്യം നടന്ന കാര്യമാണ് man begins to communicate through pictures. man begins to communicate through pictures. then രണ്ടാമത് നടന്ന കാര്യം ഏതാ? രണ്ടാമത്തത് ആദ്യം പിക്ചറിലൂടെ തുടങ്ങി. പിന്നെന്താ? man begins to communicate through writing. പിക്ചർ കഴിഞ്ഞു, അതിനുശേഷം റൈറ്റിംഗിലേക്ക് പോയി അല്ലേ. അപ്പൊ സെക്കൻഡ് വൺ ഈസ് man begins to communicate through writing. That is the second. ആദ്യം അവര് പിക്ചർ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. രണ്ടാമത് റൈറ്റിംഗ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. മൂന്നാമത് ഏത് കാര്യം നടന്നത്? മൂന്നാമത്തത് the Babylonians and Assyrians make tablets of clay. കളിമണ്ണിന്റെ ടാബ്ലറ്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടി? ബുക്ക് ഉണ്ടാക്കാനല്ലേ. എഴുത്ത് കഴിഞ്ഞു, ഒരു ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ടാബ്ലറ്റ്സ് ഉപയോഗിച്ചു. ടാബ്ലറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അതാണ് മൂന്നാമത്തത്. the Babylonians and Assyrians make tablets of clay. That is the 3. അങ്ങനെ ടാബ്ലറ്റ് ഉണ്ടാക്കി. ഇനി എന്താ അവർക്ക് വേണ്ടേ? പേപ്പർ ഉണ്ടാക്കണം അല്ലേ. നോക്ക്, നാലാമത്തത് ഈജിപ്ഷ്യൻസ് മേക്ക് ക്രൂഡ് പേപ്പർ ഫ്രം പേപ്പറസ്. പേപ്പറസ് എന്ന പ്ലാന്റിൽ നിന്ന് അവര് ക്രൂഡ് പേപ്പർ ഉണ്ടാക്കി. ക്രൂഡ് പേപ്പർ. ദാറ്റ് ഈസ് ദ 4th one. Okay, then fifth one is the first printing is done by the Chinese and the Japanese. ആദ്യമായി പ്രിന്റിംഗ് നടത്തിയത് ആരാ? ചൈനീസും ജാപ്പനീസും ആണ് ആദ്യമായി പ്രിന്റിംഗ് തുടങ്ങിയത്. അതാണ് 5ാമത്തെ സെന്റൻസ്. ഓക്കെ, ലാസ്റ്റ് വൺ ഈസ് ഗുട്ടൻബർഗ് uses movable metal type. ലാസ്റ്റ് ഗുട്ടൻബർഗ് മൂവബിൾ മെറ്റൽ ടൈപ്പ് ഉപയോഗിച്ച് 1445 ബൈബിൾ എന്ന പുസ്തകം പ്രിന്റ് ചെയ്തു. 6ാമത്തത്. ഓക്കെ, ആയില്ലേ മക്കളെ? ഇനി ക്വസ്റ്റ്യൻ ആൻസർ എഴുതിക്കോ. 1ാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് വൺ, ഹൗ വാസ് റൈറ്റിംഗ് ബോൺ? എങ്ങനെയാണ് എഴുത്ത് ഉണ്ടായത്? റൈറ്റിംഗ്, എഴുത്ത് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ എഴുത്ത് എങ്ങനെയാണ് രൂപം കൊണ്ടത്? Answer these questions. First one, how was writing born? Writing was born. Writing was born when early men made pictures of the objects pictures of the objects that he saw every day. That he saw every day. എല്ലാ ദിവസവും കണ്ട കാര്യങ്ങൾ അവര് വരക്കാൻ തുടങ്ങി അല്ലേ. So every day.
ഗ്രാജുവലി അതിനുശേഷം ഈ പിക്ചേഴ്സ് എന്താ, പിക്ചേഴ്സ് സൈൻസ് ആയി മാറി. ഗ്രാജുവലി these pictures gave way to science. അത് സയൻസിലേക്ക്, സിംബൽസിലേക്ക് മാറി. പിന്നെ സയൻസ് were first used for words. The signs were first used for words. ഇത്രയും മതി കേട്ടോ, ഇത്രയും മതി. Signs were first used for words. ആദ്യം അവരെന്ത് ചെയ്തു, ആ പിക്ചർ ഓരോ ദിവസവും കാണുന്ന പിക്ചർ വരക്കാൻ തുടങ്ങി അല്ലെ. ആ പിക്ചർ പിന്നെ സയൻസിലേക്ക് മാറി. ആ സയൻസ് സിമ്പിൾസ് എന്തിലേക്കായി? ഏഞ്ചലെ ആരാ കുത്തി വരച്ചിരുന്ന ആള്? ഏഞ്ചൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ആരാ കുത്തി വരച്ചത്? അനിയനെ അങ്ങ് മാറ്റി നിർത്ത്. അനിയനോട് കുറച്ച് മാറിയിരിക്കാൻ പറ. അടുത്തിരുന്നോ, പക്ഷെ കുഴപ്പമില്ല, ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറ. ആ അനിയനോട് പറ, അവനൊരു പേപ്പറോ ഒരു പേനയോ ഒക്കെ കൊടുത്ത് അടുത്തിരുത്ത്. മാറിയിരുന്ന് എഴുതാൻ പറ. പഴയൊരു ബുക്കും പേപ്പറൊക്കെ കൊടുക്കട്ടോ. ഓക്കെ. Then second one, what are hieroglyphics? എന്തിനാ നമ്മൾ ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയാ? എന്താ ഹൈറോഗ്ലിഫിക് എന്ന് പറഞ്ഞാല്? പിക്ടോറിയൽ സ്ക്രിപ്റ്റ് ആണല്ലേ. പിക്ടോറിയൽ സ്ക്രിപ്റ്റ് ആണ് ഇത് ഹൈറോഗ്ലിഫിക്സ്. എഴുതുക. Hieroglyphics are pictorial scripts in which each other each character of the script each character of the script denotes a complete word. WORD. Hieroglyphics are pictorial scripts in which each character of the script denotes a complete word. Okay. Then third question, how did numbers come to be used? Okay. മക്കളെ അത് അടുത്ത ക്ലാസ്സിൽ എഴുതാം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതി വെക്കാം, അത് അടുത്ത ക്ലാസ്സിൽ എഴുതാം. ക്ലാസ് കട്ടായി പോകും. എഴുതിയോ ഷിസ? എഴുതിയോ? എല്ലാവരും എഴുതിയോ? ഓക്കെ. ഏഞ്ചൽ എഴുതിയില്ലേ? ഏഞ്ചല്, ജോസി, ഗ്രേസ്, സായി കൃഷ്ണ, ലക്ഷ്മിപ്രിയ, എഡ്വിൻ, ഷിസ, ആദിത്യൻ, റിഹാൻ, അതുൽ. എഴുതും അതുല. ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ടിരിക്കാതെ വേഗം എഴുത്, ഞാനിപ്പം വായിക്കും. ഷഹബാസ്, മുഹമ്മദ് കെ,
അതുലെ ഫോണിലാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും മോനെ. എന്താ മോനെ ഷഹബാസേ? ഷഹബാസ് എഴുതിയോ? എഴുതിയോ? ഓക്കെ, നല്ല എടുക്കട്ടെ. അതിൽ എഴുതി കഴിഞ്ഞ മോനെ? എഴുതി. ഇപ്പൊ മിസ് ഇത് മായ്ക്കാണേ, മായ്ക്കുന്നു. ഇപ്പൊ എല്ലാവരും ടെക്സ്റ്റ് നന്നായി വായിക്കട്ടെ. എന്താ റിഹാനെ പറഞ്ഞ മോനെ? മുഹമ്മദ് റിഹാൻ കൈ കാണിക്കുന്നുണ്ടല്ലോ, അൺമ്യൂട്ട് ചെയ്ത മോനെ. മുഹമ്മദ് റിഹാനെ അൺമ്യൂട്ട് ചെയ്തോ. ആ ഓക്കെ, ഒന്നുമില്ല, ചുമ്മാ വെറുതെ കാണിച്ചാണോ? ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ് മീൻസ് നോട്ട് തരാൻ പറ്റില്ല അല്ലെ? നോട്ട് നോക്കട്ടെ, ഞാൻ നോട്ട് തന്നാൽ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം. മൺഡേ എക്സാം ഉണ്ടാവും കേട്ടോ. നോട്ട് തരാൻ പറ്റുമോ നോക്കാം, ഓർമ്മ ഉണ്ടാവും. ആരെങ്കിലും ഒന്ന് ഓർപ്പിക്കണേ. ഗ്രേസേ, ലക്ഷ്മിപ്രിയ, ആരെങ്കിലും ഒരാൾ മെസ്സേജ് ചെയ്യണം കേട്ടോ. ഗ്രൂപ്പിലല്ല, പേഴ്സണലി മെസ്സേജ് ചെയ്യാ, നോട്ട് തരണമെന്ന്. അല്ലെ മിസ് മറന്നുപോകും. ഓക്കെ, നോട്ട് തന്നാൽ മൺഡേ എക്സാം ഉണ്ടാവും കേട്ടോ. ഈ ലെസണിന്റെ എക്സാം. ക്ലാസ് കഴിയുമ്പോ കട്ടായി പോവും. അതുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.